ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് തലസ്ഥാനത്ത് പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സംഗമവും നടന്നു. ലൂർദ് ഫെറോന ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ലോക സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് മാർപ്പാപ്പയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരവർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ ഒത്തുകൂടി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ലോകസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് മാർപ്പാപ്പയെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ലളിതമായ ജീവിതരീതി പിന്തുടർന്ന അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് കാട്ടിത്തന്നു എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. Pope Francis was different from others. His life itself is a guiding force for all of us. He has been a very simple person if you look at him as a person. And many times we know that the great souls are always simple. If we have some power, if we have some position, we try to pretend to be almighty. But Pope Francis was different from all these things. He never said or preached that I am the only one. He said, try to become what I practice. ഇന്നുവരെയുണ്ടായ പോപ്പുമാരിൽ നിന്ന് വ്യത്യസ്തനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇന്നുവരെയുള്ള പോപ്പുമാരിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നമുക്കറിയുന്ന 3-4 അടുത്ത കഴിഞ്ഞ കാലങ്ങളിലുള്ള പോപ്പുമാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെയുള്ള ആളുകൾ, പോപ്പുമാർ, തിരുമേനിമാർ, യൂറോപ്പിൽ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ലോകത്തെ നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണമായിരിക്കാം. മാർത്തോമാ സഭാ ബിഷപ്പ് ഐസക് മാർ പീലക്സിനോസ്, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി തുടങ്ങിയ ആത്മീയ നേതാക്കൾ മാർപ്പാപ്പയെ അനുസ്മരിച്ചു. അതേസമയം തലസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും മാർപ്പാപ്പയെ അനുസ്മരിച്ച് പ്രത്യേക പ്രാർത്ഥന നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രത്യേക ദിവ്യബലിയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.